നിങ്ങൾ ആശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടർമാർ എന്തിനാണ് നാവിൽ നോക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിന്റെ പിന്നിലെ യഥാർത്ഥ രഹസ്യം എന്താണ്? ആ കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യുവാനും മറക്കരുത്. വിദഗ്ധ ഡോക്ടർമാരുടെയും എക്സ്പേർട്ടുകളുടെയും സഹായത്തോടെയാണ് ഞങ്ങൾ ഓരോ വീഡിയോയും നിങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്നത്. ആരോഗ്യ അറിവുകൾ സാധാരണക്കാരിലേക്ക് വളരെ ലളിതമായി എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ചർമ്മത്തിന്റെ മഞ്ഞ നിറം, കണ്ണുകളുടെ മഞ്ഞ നിറം മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങളാണ്. കൂടാതെ നാവിന്റെ നിറവും നിങ്ങൾ ആരോഗ്യവാനാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കും. നാവിന്റെ നിറം നിങ്ങളുടെ ശരീരത്തിലെ വിവിധ രോഗങ്ങളെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ ഡോക്ടറിന് അടുത്ത് പോകുമ്പോഴെല്ലാം ഡോക്ടർ ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ നാവിലേക്ക് നോക്കുക എന്നതാണ്. വാസ്തവത്തിൽ നിങ്ങളുടെ നാവിൽ നോക്കിയാൽ നിങ്ങൾ എത്രത്തോളം ആരോഗ്യവാനാണെന്ന് പറയാൻ കഴിയും. നാവിന്റെ നിറങ്ങൾ എന്തൊക്കെ രോഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ നാവിൽ വെളുത്ത പാടുകൾ ഈസ്റ്റ് അണുബാധയുടെ ലക്ഷണമാണ്. കുട്ടികളിലും പ്രായമായവരിലും പലപ്പോഴും വെളുത്ത പാടുകൾ കാണപ്പെടുന്നു. വെളുത്ത നാവ് നിർജ്ജലീകരണത്തിന്റെ പ്രശ്നത്തെ സൂചിപ്പിക്കുന്നു. ല്യൂക്കോപ്ലാക്കിയ കൊണ്ടും നാവ് വെളുത്തതായി കാണപ്പെടുന്നു. തൊണ്ടയിലെ അണുബാധയുടെയോ ബാക്ടീരിയയുടെയോ അടയാളമാണ് കറുത്ത നാവ്. ഡ്രഗ്സ് ധാരാളമായി ഉപയോഗിക്കുന്നവരിലും നാവ് കറുത്തതായി മാറുന്നു. പ്രമേഹ രോഗികൾക്കും കറുത്ത നാവുണ്ട്. ക്യാൻസർ രോഗികൾക്കും കറുത്ത നാവാണ്. വയറ്റിലെ അൾസർ ബാധിച്ചവരെ നാവിന്റെ നിറം മാറുന്നു. അതിനാൽ അത്തരം ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ആദ്യം ഒരു ഡോക്ടറെ സമീപിക്കാൻ മറക്കരുത്. മഞ്ഞ നിറമുള്ള നാവ് മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണമാണ്. എന്നാൽ ഇത് ആദ്യകാല സൂചന മാത്രമാണ്. ഇത് സംഭവിക്കുകയാണെങ്കിൽ ഉടൻ ഒരു ഡോക്ടറെ സമീപിക്കുക. നീല അല്ലെങ്കിൽ തവിട്ട് നാവ് അപകടകരമാണ്. തവിട്ട് നിറത്തിലുള്ള നാവ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുടെ ലക്ഷണമാണ്. ഹൃദയത്തിന് രക്തം ശരിയായി പമ്പ് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴോ രക്തത്തിൽ ഓക്സിജൻ കുറവായിരിക്കുമ്പോഴോ നാവിൽ തവിട്ട് നിറം പ്രത്യക്ഷപ്പെടാം. നാവ് പൂർണ്ണമായും വിളറിയതോ ഇളം പിങ്ക് നിറമോ ആണെങ്കിൽ ഇത് ശരീരത്തിൽ രക്തത്തിന്റെ അഭാവത്തെ സൂചിപ്പിക്കുന്നു. വിളർച്ച, വിറ്റാമിൻ B12 എന്നിവയുടെ കുറവും ഇതിന് കാരണമാകാം. ഇത് സംഭവിക്കുകയാണെങ്കിൽ ഉടൻ ഒരു ഡോക്ടറെ സമീപിക്കുക. Stay healthy. Follow for more.